സുഹൃത്തുക്കളെ, ആസിഫ് അലി രമേശ് നാരായണൻ പ്രശ്നം അവസാനിച്ചു. ഏറ്റവും ഭംഗിയായി അവസാനിച്ചു. പിന്നെ എന്തുകൊണ്ടൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി പത്രമായി ചർച്ച ചെയ്യേണ്ട, നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നന്നായി, നമ്മുടെ സമൂഹത്തിന്, മലയാളികൾ എന്ന നമ്മുടെ സമൂഹത്തിന് നന്നായി എന്നേ തോന്നുന്നുള്ളൂ. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ സമൂഹത്തിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങൾ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഒരു മനുഷ്യൻ പച്ചയ്ക്ക് അപമാനിക്കപ്പെടുകയാണ്. രമേശൻ നായർ, നായ എന്നാക്കിയിട്ടുണ്ട്, എന്ന എല്ലാം തികഞ്ഞൊരു സംഖ്യ തനിക്ക് അവാർഡ് നൽകാൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. പകരം തനിക്ക് അവാർഡ് നൽകാൻ ജയരാജ് എന്ന മറ്റൊരു സംഖ്യയെ ക്ഷണിക്കുകയാണ്. എന്തൊരവസ്ഥയാണല്ലേ യഥാർത്ഥത്തിൽ. നമ്മുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ എന്തൊരു ഭീകരമായിട്ടാണ് രമേശ് നാരായണൻ നായരാണോ? യഥാർത്ഥത്തിൽ ഓരോരുത്തരും നായർ പട്ടം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജാതി, ഒരുപക്ഷെ മതം ചിലപ്പോൾ ഹിന്ദു ആണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. ആസിഫ് അലിയുടെ മതം മുസ്ലിമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. ഇതാ മറ്റൊരു പോസ്റ്റ് മറ്റൊരാൾ, അത് നേരത്തെ പറഞ്ഞ ആളുടെ സമാനമായ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിലൂടെ അയാളെ തന്നെ രമേശൻ നമ്പ്യാർ ആഞ്ഞടിച്ചേനെയും ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. അതായത് നേരത്തെ ഇട്ട പോസ്റ്റ് അയാളോട് കടപ്പാട് വെച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യൻ കൂടി ഷെയർ ചെയ്യുകയാണ്. ഇയാളെ ഫോളോ ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ, പല CPM സൈബർ സഖാക്കളും ഇതേ കണ്ടന്റ് തന്നെ ഷെയർ ചെയ്യുന്നു. അത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന പലർക്കെതിരെയും, ഇപ്പോൾ ജോയ് മാത്യുവിനെ അടക്കം ആഞ്ഞടിക്കാനാണ് ഇവർ ഇത് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതായത് ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം തങ്ങൾക്കൊരായുധമാക്കി മാറ്റി പലരും എന്നുള്ളതാണ്. അതിൽ ജാതിയുണ്ട്, മതമുണ്ട്. ആസിഫ് അലി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. ഇത് മതപരമായൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയത്. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ചർച്ച അവസാനിപ്പിച്ചേനെ എന്ന്. ആസിഫ് അലിയോട് മലയാളം, കേരളം നന്ദി പറയണം. യഥാർത്ഥത്തിൽ രമേശ് നാരായണനേക്കാൾ വലിയ കീടങ്ങളും കെടുതികളും ഈ മലയാള നാട്ടിലുണ്ട് എന്ന് മലയാളികൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്തത് ആസിഫ് അലി. അതാണ് അദ്ദേഹം ഈ കുത്തിത്തിരിപ്പുകാരോട് ഫലത്തിൽ അദ്ദേഹം പറയുവാൻ ശ്രമിച്ചതും അതാണ്. അതായത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് മതം തിന്നുന്ന മലയാളി എന്ന് തന്നെ പറയേണ്ടി വരും. മതവും ജാതിയും. മലയാളത്തിലൊരു പ്രമുഖ എന്താ പറയുക, വെബ് മാഗസിനായ ട്രൂ കോപ്പി തിങ്കിൽ വന്ന ലേഖനം ബ്രാഹ്മണിക്കൽ ഹെജിമണിയെക്കുറിച്ചൊക്കെയാണ്. എന്താണ് പറയുക ഇവരെയൊക്കെ. അതും മലയാളത്തിലെ ഉന്നതരായ പല ജേർണലിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൻ്റെതായി വന്നതാണ് ഇതിലെ ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ്. രമേശൻ നായരെ, അദ്ദേഹത്തിന് നായരാണോ യഥാർത്ഥത്തിൽ? ഈ മലയാളി തിരഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാതിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതി എന്താണ് എന്ന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ തിരഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നായരൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം, എനിക്ക് കൃത്യമായ വിവരമില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു പിന്നോക്ക സമുദായക്കാരനാണ് എന്നുള്ളതാണ്. ഒരു പരിധിവരെ എന്താണ് നിങ്ങൾ ആരോപിച്ചത്, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നായർ എന്ന് ആക്കുന്നു എന്നുള്ളത് പോട്ടെ, അതിനപ്പുറത്തേക്ക് മതമാണ് ഇവിടെ വിഷയമായത്, ഇത്രയധികം വലിയ അക്രമത്തിന് വിഷയമായത് എന്നുള്ളതാണ്. ആസിഫ് അലിയുടെ പേരും രമേശ് നാരായണൻ്റെ പേരും, അവരുടെ രണ്ട് മതങ്ങൾ, ആ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിന് ഇടത് ഹാൻഡിലുകൾ പോലും ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏത് നിലയ്ക്കാണ് മലയാളി എത്തിയത് എന്നുള്ളതാണ്. അവിടെയാണ് കൃത്യമായ ഒരു ഇടതുപക്ഷക്കാരനായ ആസിഫ് അലി യഥാർത്ഥ ഇടതുപക്ഷമായി മാറിയത് എന്നുള്ളതും യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ കുടുംബം, പിതാവ് ഒക്കെ ഒരു CPM ഫാമിലിയാണ് എന്നുള്ളത് വസ്തുതയാണ് തൊടുപുഴയിലത്. ഒരു പരിധിവരെ ഈ മതേതരത്വം തകർക്കപ്പെടുന്നു. ഇടത് പ്രസ്ഥാനങ്ങളുടെ പലപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതേതരത്വമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പലപ്പോഴും ആ പ്രസ്ഥാനത്തിൻ്റെ അണികൾക്ക് പോലും മനസ്സിലാകാതിരിക്കുമ്പോൾ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആസിഫ് അലി എന്ന മലയാളത്തിൻ്റെ പ്രിയ നടൻ, മലയാളത്തിൻ്റെ മഹാനടൻ എന്ന പട്ടികയിലേക്ക് ഉയരുന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ്. എന്തൊരു മനോഹരമാണ് ആസിഫ് അലിയുടെ പ്രതികരണം.
ആം, നമ്മുടെ എല്ലാ ക്യാമ്പയിൻ എല്ലാ തർക്കങ്ങളും ഇങ്ങനെയാണ്, മലയാളിയുടെ എല്ലാ വിവാദങ്ങളും ഇങ്ങനെയാണ്. അപ്പുറത്ത് നിൽക്കുന്നവനെ ചവിട്ടി തേച്ചില്ലാതാക്കി കളയും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന് ആസിഫ് അലി പറഞ്ഞു എന്നുള്ളതാണ്. ആ മനുഷ്യരല്ലേ എന്ന ആസിഫ് അലിയുടെ ചോദ്യമാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ പ്രതികരണം. മനുഷ്യൻ എന്നത് തെറ്റും ശരിയുമൊക്കെ സംഭവിക്കാവുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആസിഫ് അലി ഒന്നുകൂടി സ്വയം പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് എനിക്കും ദേഷ്യവുമൊക്കെ വരാറുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ പ്രതികരിക്കാറില്ല, ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിന് അങ്ങനെ നിന്ന് പ്രതികരിക്കാറില്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്ന കൺസെപ്റ്റിനെ, ഈ മനുഷ്യ സ്നേഹമാണ് പൊതുവെ മലയാളികളുടേത് പലപ്പോഴും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും എടുത്തു കാട്ടുകയും ഒക്കെ ചെയ്യാറുള്ളത്. അവിടെയാണ് ഇങ്ങനൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അവരുടെ മതവും ജാതിയും ഇല്ലാത്ത ജാതിയും അതിലെ ബ്രാഹ്മണിക്കൽ സംഭവങ്ങളുമൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രമുഖർ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ചർച്ച നയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത്. യഥാർത്ഥത്തിൽ സംഘിസം എന്നതിന് പൊതുവെ ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം സംഘികൾ എന്ന കോമൺ കണ്ടന്റിലാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് പേരെ മലയാളികൾ സംഘികളാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു പ്രൊപ്പഗൻഡ കൂടിയാണ്, അതൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. മോശക്കാരാണ് സംഘികൾ എന്നുള്ള നറേറ്റീവ്. സംഘികൾ ചെയ്യുന്ന തെറ്റുകളെ കൃത്യമായി എടുത്ത് പറയാതെ എല്ലാ തെറ്റുകളും സംഘികളാണ് എന്ന് പറയുന്നതോടെ മലയാളികൾക്കിടയിൽ സംഘികൾ വളരുകയാണ് എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ പണിയെടുക്കുന്നവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഓരോ വിഷയങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടെ കാണുന്നവരെ സംബന്ധിച്ച് അവർ ഇതിൻ്റെ വസ്തുതകളായിരിക്കും അവർ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംഘികൾ ചെയ്തതാണ് ശരി എന്ന നിലയിലേക്ക് അവരുടെ മാനസികാവസ്ഥ എത്തുന്നു. അതാണ് കേരളത്തിൽ സംഘികളുടെ വളർച്ചയ്ക്കടക്കം നിർണായകമായ പങ്ക് വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ CPM-നും പലപ്പോഴും പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരാം വെങ്കിട്ടരാമൻ അനധികൃത കയ്യേറ്റമായിരുന്ന കുരിശ് പൊളിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ സംഘി ചാപ്പ കുത്താനാണ് ഇടത് നേതാക്കൾ പോലും ശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഒരു കുറ്റം ചെയ്താൽ അത് സംഘി പോലീസാണ്, നരേന്ദ്രമോദിയുടെ പോലീസാണ്, രാജ്യത്തൊരു പോലീസ് സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ എവിടെയൊക്കെയോ തെറ്റുപറ്റുകയാണ്. ഈ മതവും ജാതിയും എല്ലാം BJP അല്ലെങ്കിൽ സംഘപരിവാറാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നവർ തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് കാലങ്ങളായി ഉപയോഗിക്കുന്നതാണ്. അത് കുറച്ചുകൂടി തുറന്ന് കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ രമേശ് നാരായണൻ ആസിഫ് അലി സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ പുറത്തു വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ലജ്ജാകരമാണ് മലയാളികളെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഈ പോസ്റ്റ് ഇട്ടവരൊക്കെ സ്വയം ഒന്ന് നന്നായി കുളിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആസിഫ് അലി നിങ്ങളെയാണ് പൊളിച്ചടക്കിയത്, യഥാർത്ഥത്തിൽ രമേശ് നാരായണനെ അല്ല എന്ന് തന്നെ പറയുകയാണ്. രമേശ് നാരായണൻ ചെറിയ തെറ്റാണ്, അതിനേക്കാൾ പൊറുക്കാനാവാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് ഈ പുരോഗമനത്തിൻ്റെ മേലങ്കി അണിയുന്നവർ, പല മതേതരത്വത്തിൻ്റെ മേലങ്കി അണിയുന്നവർ, ചില ഇരവാദത്തിൻ്റെ മേലങ്കി അണിയുന്നവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരുടെയൊക്കെയോ ഇരകളായി നിങ്ങൾ കുറേ മനുഷ്യർ മാറിപ്പോകുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും മലയാളിയെ തുറന്നു കാട്ടിയ ആസിഫ് അലിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് അത് കമൻറ്റായി കൂടി പറയുക. ഉടൻ കാണാം. നന്ദി.